ഹായ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ടാഷീനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോവാണ്. ഇതിൻ്റെ അടിയിൽ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് അവൾ കിടക്കുക. സുന്ദരി കുട്ടിയിട്ട് കുളിക്കാൻ പോണ്ടേ, കുളിച്ചാൻ പോണ്ടേ, സുന്ദരിയാവാൻ പോണ്ടേ എന്നാണ് വായനക്കാട്ടുണ്ട്. അവൾക്ക് കുളിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് ലൊക്കേഷൻ. പെറ്റ് ഹൗസ് എന്നാണ് പേര്. അവിടെ നമ്മളെ വെൽക്കം ചെയ്തൊരു അടിപൊളി ഷിറ്റ്സുക്കുട്ടനുണ്ട്. പിന്നെ നമ്മളവിടെ ചെന്നു, അവളുടെ ഡ്രസ്സൊക്കെ ഊരി, പിന്നെ നമ്മൾക്ക് എന്തൊക്കെ സർവീസാണ് അവൾക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അവളുടെ ഇയർ ക്ലീനിങ്, അതുപോലെ തന്നെ നെയിൽ കട്ടിങ്, പിന്നെ ബോഡി വാഷാണ് ചെയ്യുന്നത്. അവൾ കുറച്ച് നെർവസാണ്. പിന്നെ അവിടെ ബോർഡിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ബോർഡിങ്ങിന് കൊണ്ടുവച്ചിട്ടുള്ള കൂടുകളാണ്. അപ്പം നമുക്ക് ഒരു 2 ദിവസത്തേക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ പെറ്റ്സിനെ സുരക്ഷിതമായിട്ട് കൊണ്ടു നിർത്താമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു നിർത്താം. അതുപോലെ തന്നെ മോർണിംഗ് കൊണ്ടുവിട്ടിട്ട് ഈവനിങ് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് സ്മോക്കി, ഈ നിലത്ത് കിടക്കുന്നത് കൊക്കോ. സ്മോക്കിക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. അമ്മേനെ ഏത് നേരം മണത്ത് നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും നല്ല ഇഷ്ടമായി, എനിക്കും നല്ല ഇഷ്ടമായി. നല്ല ക്യൂട്ടാണ് സ്മോക്കി. പക്ഷേ എനിക്കങ്ങനെ എടുക്കാനുള്ള അത്ര വലിയ ധൈര്യമൊന്നുമില്ല. അമ്മ സ്മോക്കിനൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്മോക്കി ഇങ്ങനെ ഏത് നേരം അമ്മേനെ ചെന്ന് മണത്ത് നോക്കുക, ഉമ്മ കൊടുക്കുക, എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ടാഷീനെ അവർ ഗ്രൂമിങ് ഏരിയയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഗ്രൂമിങ് ഏരിയയിലേക്ക് നമുക്ക് അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അവൾ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ചെന്നിരുന്ന് സ്മോക്കിയുടെ ഒപ്പം കുറച്ച് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. സ്മോക്കി എൻ്റെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ അത് ആൾക്ക് കിട്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടുള്ള ഒരു പ്രൈസാണ്. ഇതാ കുറേ പ്രൈസ് ഉണ്ട് ആൾക്ക്. അപ്പോൾ ആളൊരു ചാമ്പ്യൻ ആണെന്നാണ് അവർ പറഞ്ഞത്. സ്മോക്കി ഒരു ബോയ് ആണ്. ഞാൻ ചിലപ്പോൾ അവളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇവിടെ സ്ഥിരം അവളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശീലമായതുകൊണ്ട് അവളെന്നാണോ അവനാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ആളുടെ കൂടെ കുറേ വീഡിയോസ് എടുത്തു. പിന്നെ സെൽഫി വീഡിയോസ് എടുത്തു. ഞാനും അമ്മയും സ്മോക്കിയും ഒക്കെ കൂടിയിട്ട് വീഡിയോ എടുത്തു. എല്ലാറ്റിനും നന്നായിട്ട് നിന്നിട്ടുണ്ട്. ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ആൾ. എനിക്കാണെങ്കിൽ ഇവരുടെ ഈ ക്യൂട്ട്നെസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കിപ്പോൾ എൻ്റെ പെറ്റ്സ്, ഇപ്പോൾ എൻ്റെ സാനുവായാലും ടാശിയായാലും, അപ്പോൾ നമുക്കൊരു കുട്ടീനെ കാണുന്നതിനെക്കാട്ടൊരു ഇൻട്രസ്റ്റാണ് എനിക്കൊരു ഈ നായ്ക്കുട്ടികളെ കാണുമ്പോൾ. എത്ര പേര് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയൊക്കെ ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് അങ്ങനെയാണ്. എനിക്ക് എന്താണ് അവർ ഭയങ്കര ക്യൂട്ട്നെസ്സാണ് തോന്നുക. ഞാൻ അങ്ങനെ എത്ര നേരമാണെങ്കിലും അവരെ കണ്ടിരിക്കും. പക്ഷേ എനിക്ക് വേറെ ഡോഗ്സിനൊക്കെ ഇങ്ങനെ എടുക്കാൻ അങ്ങനത്തെയൊക്കെ എനിക്ക് പേടിയാണ്. അതെനിക്ക് എൻ്റെ ടാശിനെ മാത്രമേ പറ്റുള്ളൂ. അവളുടെ ഇയർ ക്ലീനിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദാ ഇവിടെ ഒരു സംഭവം കണ്ട, ഇതവിടെ ഉള്ളൊരു എക്സോട്ടിക് സ്നേക്കാണ്. അപ്പോൾ അമ്മ അതിൻ്റെ കയ്യിലൊക്കെ എടുത്തു. ഞാൻ അതിനെ എടുത്തില്ല. ഞാൻ ഇടയിൽ കൂടെ പോയിട്ടൊന്ന് തൊട്ട് നോക്കി, അത്രേ ചെയ്തുള്ളൂ. എനിക്ക് ഭയങ്കര പേടി അതിനൊക്കെ എടുക്കുക. അമ്മയ്ക്ക് പേടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അമ്മ ഭയങ്കര ധൈര്യത്തിൽ എല്ലാറ്റിനും പോയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആൾ തീരെ ഉപദ്രവിക്കൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ധൈര്യം അമ്മയ്ക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അത്ര പോലും ധൈര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എടുക്കാൻ പോയില്ല. ഞാൻ ജസ്റ്റ് തൊടാനൊക്കെ പോയുള്ളൂ. പിന്നെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് അതിനൊക്കെ തന്നെ പറ്റുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനൊക്കെ ആണെങ്കിൽ. കടിക്കില്ല എന്നാണെങ്കിലും എന്തോ എനിക്കങ്ങനെ അത്രയും ധൈര്യമൊന്നും എനിക്കില്ല. അപ്പോൾ അമ്മ അതിനൊക്കെ എടുത്ത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാനാണ് ഒന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരമൊക്കെ അമ്മ ഇരുന്ന് കൊഞ്ചിക്കുക എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവർ വളർത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള കുട്ടിയുടെ കയ്യിൽ തന്നെ കൊടുത്തപ്പോൾ ആൾ വേഗം ഭയങ്കര ഇതായിട്ട് ഇഴയാനൊക്കെ തുടങ്ങി. അപ്പോൾ അവർക്ക് ആ ഒരു പരിചയമുള്ള കൈ കണ്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, പരിചയമുള്ള കൈ കണ്ടുകൊണ്ടാണ് തോന്നുന്നു അത് പോണേന്നൊക്കെ പറഞ്ഞിരുന്നു. അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുകയായിരുന്നു. അമ്മേനെ പരിചയമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആളെ കിട്ടിയപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതും കുറേ നേരം കണ്ടു. പിന്നെ ഇതാ ഇവിടെ വേറൊരു ക്യൂട്ടി ഉണ്ട്. അമ്മയാണെങ്കിൽ ഇവനെ എടുത്തു. പക്ഷെ ഞാൻ ആ നേരത്തുണ്ടായിരുന്നില്ല. ഞാൻ ടാഷിക്ക് വേണ്ടിയിട്ട് സ്പ്രേ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടില്ല എടുത്തത്. അമ്മ വീഡിയോ എടുക്കാൻ വിളിക്കുമ്പോഴേക്കും അമ്മ പിന്നെ കൂട്ടിക്ക് തന്നെ വെച്ചു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ പിന്നെയും നമ്മൾ ചെന്ന് സ്മോക്കിൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആളിങ്ങനെ ഇരുന്ന് ചിരിക്കണുള്ളൂ. തീരെ കടിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ധൈര്യം കൊണ്ടാണ് ഞങ്ങളവിടെ ചെന്നിരുന്നത്. പിന്നെ ഭയങ്കര ഷോ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് തന്നെ നല്ല രസമാണ്. ഷോ ക്വാളിറ്റി ഉള്ള ഈ ലാസബ്സും ആയാലും ഷിറ്റ്സും ആയാലും ഒക്കെ സൂപ്പറായിരിക്കും. ഇപ്പോൾ എൻ്റെ ടാഷി എന്ന് പറഞ്ഞാൽ മീഡിയം ക്വാളിറ്റിയാണ്. ഷോ ക്വാളിറ്റിക്ക് റേറ്റും അതിനനുസരിച്ചുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഒരു ഗ്രൂമിങ്ങും മെയിൻ്റനൻസും ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ അതായത് ഈ ഷോപ്പിൽ എന്ത് വേണമെങ്കിലും കിട്ടും. പെറ്റ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു സ്പ്രേ മാത്രമാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അവളുടെ സ്പ്രേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ടാഷിയുടെ ഗ്രൂമിങ് കഴിഞ്ഞു. അവൾ പിന്നെ ഇതേ ചെന്ന് സ്മോക്കിൻ്റെ അടുത്ത് എന്തൊരു ഉമ്മ കൊടുത്തു തോന്നുന്നു. സ്മോക്കിക്ക് അത് പിടിച്ചില്ല. സ്മോക്കി അവളെ കുറച്ച് ഓടിച്ചു. അങ്ങനെ അവൾ പേടിച്ചിട്ട് ഇതേ വേഗം അവിടുന്ന് പോന്നാൽ മതിയെന്നായിട്ട് എന്നെയും അമ്മേനെയും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. മാറി മാറിയിട്ട് കൊക്കവും സ്മോക്കിയും ഒക്കെ കൂടിയിട്ട് കുരയ്ക്കായിരുന്നു. അവൾ അത്രയും പേടിച്ചു. പിന്നെ
നമ്മുടെ ഗ്രൂമിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുന്നംകുളത്തുള്ള സൈമൺ ഐ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പെറ്റ്സ് ഉള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോക്കോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്